നമസ്കാരം. കേരള പി എസ് സിയുടെ 10th ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ 17ാമത്തെ എപ്പിസോഡ്, എല്ലാ ദിവസവും 10 ചോദ്യങ്ങൾ വീതമുള്ള 17ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റീസെൻ്റ് ആയിട്ട് നടന്ന, അതായത് തൊട്ടടുത്ത ദിവസം നടന്ന ഒരു എക്സാമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്. വാട്ടർ അതോറിറ്റിയുടെ LDC ക്വസ്റ്റ്യൻസ് ആണ് 10 നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് 2021 നടന്ന എക്സാം, മീൻസ് റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമുകളുടെ പാറ്റേൺ നമുക്കൊന്ന് അറിയേണ്ട കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. 10 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കിയതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പോലെ തന്നെ നമ്മൾ പറയുന്ന നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്നത്, കാരണം എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ, നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ക്ലിയർ ചെയ്ത് തരാനുള്ള സമയം കിട്ടാറില്ല. അത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയത്. ആ ഗ്രൂപ്പിനകത്തുള്ള മെമ്പേഴ്സ് നിങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ് ആ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് എൻ്റെ ഒന്നിൽ ലിങ്ക് സെപ്പറേറ്റ് തരികയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിവേ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് വരാം. ഇന്നത്തെ 10 ചോദ്യങ്ങളിലേക്ക്. സമചതുരാകൃതിയായ ഒരു പേപ്പറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ ഒരു മൂലയിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ചെറിയ സമചതുരം മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ചുറ്റളവ്, അതായത് ഒരു 40 സെൻറ്റിമീറ്റർ, നമുക്ക് എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഒരു 10 സെൻറ്റിമീറ്റർ എന്താണ് വശമുള്ള ഒരു സമചതുരം. ഇത് എളുപ്പത്തിൽ നമുക്ക് പറയാം. അത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഒന്ന് പറയാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ അതിൻ്റെ എളുപ്പ വഴി ഒരു പക്ഷേ മറന്നുപോയാൽ നമുക്ക് ഓർമ്മിക്കാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സമചതുരാകൃതിയായിട്ടുള്ള ഒരു പേപ്പർ കഷ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ സമചതുരാകൃതിയായ ഒരു പേപ്പർ കഷ്ണം നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഒരു വശം 10 ആണ്. അപ്പോൾ എല്ലാ വശങ്ങളും എന്ത് തന്നെയായിരിക്കും? 10. കാര്യം സമചതുരമായതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും 10 ആയിരിക്കും. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഒരു മൂലയിൽ, ഏതെങ്കിലും ഒരു മൂല, ഈ മൂല ഞാൻ എന്ത് ചെയ്യാണ്? ഈ മൂല ഞാൻ അങ്ങ് കട്ട് ചെയ്യണം. ഇങ്ങനെ ആക്കണം. കണ്ടോ? അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? മുറിച്ചെടുത്തു. ഒരു സമചതുരം മുറിച്ചു മാറ്റി. അപ്പോൾ അതിൻ്റെ റിയൽ പിക്ചർ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ലൈനും കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഇത് ഫിഗർ ഇങ്ങനെയായി. അതായത് ഇവിടെ ഉണ്ട്, ഇങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് ആദ്യം ഇരുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് മാറി. ശരിയല്ലേ? അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റിയ സമയത്തിന് ഒരു വശം എത്രയാ? 1 സെൻറ്റിമീറ്റർ ആണ്. ശരിയല്ലേ? ഇനി മൊത്തത്തിൽ എന്ത് സംഭവിച്ചു? ഇത് മൊത്തം 10 ആയിരുന്നു. അതിൽ 1 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ കുറഞ്ഞു, ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ കുറഞ്ഞു. മീൻസ് ഇനി ഈ 1 സെൻറ്റിമീറ്റർ കുറഞ്ഞപ്പോൾ ബാക്കിയുള്ള ഈ ഭാഗം എന്തായിട്ട് മാറി? 9 ആയിട്ട് മാറി. ഇവിടെ എന്തായിട്ട് മാറി? 9. കാര്യം മൊത്തം 10 ഉണ്ടായിരുന്നതിൽ 1 സെൻറ്റിമീറ്റർ കുറഞ്ഞു, രണ്ടിലും കുറഞ്ഞു. ഇതിന്റെ ചുറ്റളവാണ് ചോദ്യം. ചുറ്റളവ് മീൻസ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കറങ്ങി ഇവിടെ നമുക്ക് ഇവിടെ തുടങ്ങാം, എയിൽ നിന്ന് തുടങ്ങാം. 9, ശരിയല്ലേ? പ്ലസ് 10, വീണ്ടും ഈ 10, പ്ലസ് ഈ 9, പ്ലസ് ഈ 1, പ്ലസ് ഈ 1. കണ്ടോ? അപ്പോൾ ഇത് നമുക്കൊന്ന് കൂട്ടി നോക്കാം. 10 10 20, 20 9 29, 29 9 32, 40 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയാം. 40 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 40 സെൻറ്റിമീറ്റർ. ഇനി ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന എങ്ങനെ നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മൂലയായാലും 2 മൂല, ഇതിന് മുമ്പ് 4 മൂലയിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 മൂലയിൽ നിന്നും ഇതുപോലെ. അത് SCRT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. SCRT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ 4 മൂലയിൽ നിന്നും, ഇപ്പോൾ ഒരു മൂലയിൽ നിന്ന് അപ്പോൾ വെട്ടി മാറ്റിയത് അല്ലേ, ഈ അടുത്ത മൂലയിൽ നിന്ന് വെട്ടി മാറ്റിയാലോ, ഈ മൂലയിൽ നിന്ന് വെട്ടി മാറ്റിയല്ലോ, 4 മൂലയിൽ നിന്ന് വെട്ടി മാറ്റില്ല, ഇങ്ങനെയൊക്കെ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും അതിൻ്റെ ചുറ്റളവിന് മാറ്റമുണ്ടാകില്ല എന്ന് പഠിച്ചോളൂ. ഒരു സമചതുരത്തിൻ്റെ എല്ലാ മൂലകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സമചതുരം മുറിച്ചു മാറ്റുകയാണ്. എത്ര സെൻറ്റിമീറ്റർ ഉള്ളത് മുറിച്ചു മാറ്റിയാലും എന്ത് ചെയ്യില്ല, അതിൻ്റെ ചുറ്റളവിന്, അതിൻ്റെ ആദ്യം എത്രയാണ് ചുറ്റളവ്? ആദ്യം ഇപ്പോൾ എന്താ പറയുന്നത്? 10 സെൻറ്റിമീറ്ററിൽ ഒരു വശം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് എന്തായിരിക്കും? 4 × 10, 4 ഗുണം വശം ആയിരിക്കും. 40 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ റിയൽ ചുറ്റളവ്. ഇനി അതിൻ്റെ മൂലയിൽ നിന്ന് എത്ര വെട്ടി മാറ്റിയാലും എന്ത് ചെയ്യാൻ പോകുന്നില്ല? അതിൻ്റെ ചുറ്റളവിന്, അതിൻ്റെ പെരിമീറ്ററിന് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെ പെരിമീറ്റർ 40 തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. പകരം നമുക്ക് ആദ്യം ഒരു വശം 10 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ബാക്കിയുള്ളതിൻ്റെയും വശം എന്ത് തന്നെ ആയിരിക്കും, അല്ലെ സോറി, ബാക്കി അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. അത് തന്നെ ആയിരിക്കും വെട്ടി മാറ്റിയാലും. എളുപ്പമല്ലേ? എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ബോർഡ് മാസിൻ്റെ ക്വസ്റ്റിനിലേക്ക് വരാം അല്ലേ. എന്താ ക്വസ്റ്റ്യൻ? നമുക്കൊന്ന് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. 8 മൈനസ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു, 8 മൈനസ് ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുന്നു, 8 മൈനസ് 9 × 2 എന്ന് എഴുതുന്നു, ഡിവൈഡ് ബൈ 5. ഇതാണ് ആൻസർ ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് ഏറ്റവും ഉള്ളിൽ തുടങ്ങാം അല്ലേ. ഏറ്റവും ഉള്ളിൽ നിന്ന് ബ്രാക്കറ്റിനകത്തുള്ളത്, ഏറ്റവും ഉള്ളിൽ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ചെയ്യാൻ പോവാണ്. സോ 8 മൈനസ് നമുക്ക് എന്ത് പറയാം? നോക്കി, ഗുണനമല്ലേ. നമ്മൾ ബ്രാക്കറ്റിനകത്ത് മൈനസും ഗുണനമുണ്ട്. ഗുണനം ആദ്യം ചെയ്യും. എന്താ പറയുക? 9 × 2 18. അപ്പോൾ ഇത് 18 ആയില്ലേ. 8 മൈനസ് 18 അല്ലേ വരിക. 8 മൈനസ് 18 എന്ന് പറഞ്ഞാൽ എന്താ? 8 മൈനസ് 18 എന്ന് പറഞ്ഞാൽ -10 ആണ് അല്ലേ. വലുതും ചേർത്ത് കുറച്ച് വലുതും ചിഹ്നം -10.
ശരിയല്ലേ? -10. അപ്പോൾ 8 - 18 -10. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഒരു മൈനസ് കൂടെ വന്നു. ബ്രാക്കറ്റ് ഒന്നും വേണ്ട, /5. നോക്കിയേ, ഈ മൈനസ് മനസ്സിൽ, അതായത് രണ്ട് മൈനസുകൾ ഒരുമിച്ച് വന്നാൽ എന്താ അർത്ഥം? അത് ഗുണിക്കണമെന്നാണ്. അപ്പോൾ എന്ത് വരും? 8 മൈനസ് മൈനസും പ്ലസ് ആവും. 8 + 10 /5. ഇനി ഏതാണ് ചെയ്ത ഡിവിഷൻ? അതും ചെയ്യും. 10/5 എത്രയാ? 10/5 2 മാറി. ഇത് 2 മാറി. അപ്പോൾ 8 + 2 10 ആയിട്ട് മാറി. 8 + 2 10 മാറിയില്ലേ? വെളിയിലുണ്ട് 8 ഉണ്ട്. 8 - 10 വെളിയിൽ മൈനസ് അല്ലേ കിടക്കുന്ന? 8 + 2 10. 8 - 10 എന്ന് പറഞ്ഞാൽ -2. സോ ആൻസർ ഈസ് -2. എളുപ്പമാണ് ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. 7 സംഖ്യകളുടെ ശരാശരി 9. സംഖ്യകളെ എല്ലാം 2 കൊണ്ട് ഹരിച്ചാൽ പുതിയ ശരാശരി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ സോറി, ഇത് ഹരിച്ചാൽ എന്നല്ല ചോദ്യം ഉണ്ടായിരുന്നത്, ചോദ്യം ഗുണിച്ചാൽ എന്നാണ് ചോദ്യം. ഓക്കെ, സോറി, ക്വസ്റ്റ്യൻ അതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായതാണ്. ഈ ക്വസ്റ്റ്യൻ ഗുണിച്ചാൽ എന്നാണ്, ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ചാൽ പുതിയ ശരാശരി എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് 7 സംഖ്യകളുടെ ശരാശരി 9, സംഖ്യകളെ എല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ. ഇപ്പൊ ഇതുപോലെ 2 കൂട്ടിയാൽ, എല്ലാ സംഖ്യകളോടും 2 കൂട്ടിയാൽ, എല്ലാ സംഖ്യകളിൽ നിന്ന് 2 കുറച്ചാൽ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ കൂട്ടിയാലാണെങ്കിൽ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഗുണിച്ചാലിന് പകരം കൂട്ടിയാൽ എന്നായിരുന്നു വിചാരിക്കട്ടെ. 7 സംഖ്യകളുടെ ശരാശരി 9 ആണ്. ഈ 7 സംഖ്യകളോടൊപ്പം 2 കൂട്ടിയാൽ പുതിയ ശരാശരി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ശരാശരി നേരത്തെ എത്രയായിരുന്നോ അതിനോടൊപ്പം 2 കൂട്ടുക. കുറയ്ക്കുകയാണെങ്കിൽ ആദ്യമുള്ള ശരാശരി 2 കുറയ്ക്കുക. ഗുണിക്കുകയാണെങ്കിൽ ആദ്യമുള്ള ശരാശരിയോടൊപ്പം ഈ 2 ഗുണിക്കുക. ഏതുകൊണ്ടാണോ ഓരോ സംഖ്യയും ഗുണിച്ചത് അത് ഗുണിക്കുക. സോ ഇവിടെ എന്ത് വരും? ഇവിടെ 9 ആയതുകൊണ്ട് 9 × 2 18 ആയിരിക്കും ആൻസർ വരിക. നമ്മൾ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് അതിനകത്ത്, സോറി. അപ്പോൾ നിങ്ങൾ നോക്കുക, ഗുണിച്ചാൽ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ 18 എന്നാണ്. ഓക്കെ, ആ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ 3x - 2 = 1 ആയാൽ x എന്ത്? സാധാരണഗതിയിൽ നമ്മൾ കാണുന്നൊരു ചോദ്യമാണ്, പക്ഷെ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട് ഇതിനകത്ത്. 3x - 2 എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ റൈറ്റ് സൈഡിൽ വരുന്ന സംഖ്യ ഒന്നുകിൽ 3 എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 3 കൊണ്ട് ഘടകക്രിയ ചെയ്യാൻ പറ്റിയ ഒരു വലിയ സംഖ്യ ആയിരിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള കണ്ടന്റ് ഉണ്ട്? a/m = a/n ആണെങ്കിൽ, മീൻസ് ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക്, അതായത് ബേസുകൾ ഈക്വൽ ആണെങ്കിൽ പവറുകൾ ഈക്വൽ ആയിരിക്കും. ഈ കോൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ 3 ഇവിടെ 1 ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ കൂടെ 3ന്റെ ബേസിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3x - 2 നമ്മൾ പഠിച്ചൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ പഠിച്ചൊരു ഒരു സാധനം വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ല ചോദ്യമാണ്. അപ്പോൾ ഈ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 3/0 എന്ന് എഴുതാം. അതാണ് കോൺസെപ്റ്റ്. അതായത് എനി നമ്പർ റൈസ് ടു 0, ഏതൊരു സംഖ്യയുടെയും പവർ 0 ആയാൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും. മീൻസ് a/0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ 1നെ 3/0 എന്ന് എഴുതാം, 4/0 എന്ന് എഴുതാം. നമ്മൾ എന്തുകൊണ്ടാണ് 3/0 എഴുതിയത്? നമുക്ക് ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന സാധനം 3 ആയതുകൊണ്ടാണ്. ഇവിടെ 4 ആയിരുന്നുവെങ്കിൽ നമ്മൾ 4/0 എന്ന് എഴുതിയേനെ. ഇപ്പൊ നോക്കിയേ, ബേസുകൾ സെയിം ആയില്ലേ? ബേസുകൾ സെയിം ആയെങ്കിൽ പവറുകൾ സെയിം ആയിരിക്കും. x - 2 = 0. സോ x എത്ര കിട്ടും? -2 അപ്പുറത്ത് പോകുമ്പോൾ +2. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ +2 എന്നാണ്. വളരെ നല്ല ചോദ്യമാണ് കേട്ടോ ചോദിച്ചത്. ശരി, അടുത്തൊരു ചോദ്യം. ക്വസ്റ്റ്യൻ ഇതാണ്. √0.4 × √3.6. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കിയേ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒറ്റ സംഖ്യയാണ് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണമെങ്കിൽ ഒരിക്കലും അതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് 4 കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. കാര്യം 4ന് റൂട്ടുണ്ട് 2 എന്നൊരു ആൻസർ. പക്ഷേ 0.4 ഒരു ദശാംശ സ്ഥാനമേ ഉള്ളൂ. ഇവിടെ നോക്കി, ഇവിടെയും ഒരു ദശാംശ സ്ഥാനമേ ഉള്ളൂ. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് എന്തായാലും റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയേ, ഇത് തമ്മിൽ ഗുണിച്ചിരിക്കുകയല്ലേ, രണ്ടിനും റൂട്ട് കിടക്കുകയല്ലേ. നമ്മൾ ഇങ്ങനെ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. √a × √b എന്ന് പറഞ്ഞാൽ √ab എന്നാണ്. കണ്ടോ, ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഇത് തമ്മിൽ ഗുണിച്ച് ഒറ്റ കോമൺ റൂട്ട് കൊടുത്ത് എഴുതാം. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് എങ്ങനെ എഴുതാം? √0.4 × 3.6 അല്ലേ? അങ്ങനെ എഴുതാൻ പറ്റില്ലേ? നമുക്ക് കോമൺ റൂട്ട്, രണ്ടിനും റൂട്ട് കിടക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. നോക്കാം, √, ഇത് തമ്മിൽ ഗുണിക്കാം. 3.6 നമ്മൾ എന്ത് ചെയ്യും? ദശാംശം ഒക്കെ കളയും. അപ്പോൾ 36 4 ആവും. 36 4 തമ്മിൽ ഗുണിച്ചാൽ 144 എന്നല്ലേ? അല്ലേ? ഇനി എത്ര സ്ഥാനം ദശാംശം? ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പോൾ 2 സ്ഥാനമായിട്ട് ദശാംശം കൊടുക്കും. 1 2. സോ 1.44 എന്ന് നമുക്ക് കൊടുക്കാം. 1.44 കണ്ടോ?
0.4 into 3.6. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥാനമുണ്ട്, രണ്ട് സ്ഥാനം ദശാംശം കൊടുത്തു. ഇപ്പൊ നോക്കിയേ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഈവൻ ഇരട്ട സംഖ്യ ആയില്ലേ, രണ്ടെണ്ണായി. അപ്പൊ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? ദശാംശം അങ്ങ് കളയും. അപ്പൊ 144 അതിന്റെ റൂട്ട് എത്രയാ? അതിന്റെ റൂട്ട് 12 എന്നാണ്. ഇനി എത്ര സ്ഥാനമായിട്ട് ദശാംശം കൊടുക്കും? ക്വസ്റ്റ്യനിൽ എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ 2 സ്ഥാനമാണുള്ളത്, 1 2. അപ്പൊ അതിന്റെ പകുതി എടുക്കുക, അതായത് ഒരു സ്ഥാനമായിട്ട് ദശാംശം കൊടുക്കുക. അതായത് ഇങ്ങോട്ട് നോക്കിയേ 1.2. ഇതാണ് ആൻസർ. 1.2 നോക്കി 1.2. എളുപ്പമല്ലേ ചെയ്യാൻ? സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യത്തിന് ചെയ്യാം. നമുക്കിനി ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം. ഹെഡ് എന്നതിനെ 9364 എന്നും മെയിനെ 8652 എന്നും എഴുതാമെങ്കിൽ മെയ്ഡിനെ എങ്ങനെ എഴുതാം? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് സിമ്പിളാണ്. ഇതായത് കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. നോക്കിയേ എച്ച് എവിടെയെങ്കിലും കോമൺ ആയിട്ടുള്ള എച്ച് ഇല്ല. നമുക്ക് ഇവിടെ വേണ്ട ലെറ്റേഴ്സ് നോക്കിയാൽ മതി. ഇനി അടുത്ത് നോക്കിയേ നോക്കിയേ ഇവിടെയുണ്ട്, ക്വസ്റ്റിനകത്ത് ഇല്ല അല്ലേ, ഇല്ല. ദെൻ നോക്കിയേ ഇവിടെയുണ്ട് കണ്ടോ. കോമൺ ലെറ്റേഴ്സ് ആദ്യം നോക്കുക നമ്മൾ. അപ്പോൾ ഇതുപോലെ ലെറ്റർ സീരീസും നമ്പർ സീരീസും ഒരുമിച്ച് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഇവിടെ ഉണ്ട്, ഇവിടെ തന്നിരിക്കുന്നതിൽ കോമൺ ആയിട്ട് ഉണ്ട്. ആ എക്ക് രണ്ടും പൊതുവായിട്ട് ഒരേ നമ്പറാണെന്ന് നോക്കിയേ. എന്ന് പറയുന്നത് ഇവിടെ എത്ര? 1 2 3 ലെറ്റർ, ഇവിടെ 1 2 3 ലെറ്റർ 6. അപ്പൊ എക്ക് കറസ്പോണ്ടിങ് 6 കിടക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നോക്കാം. നമുക്ക് എക്ക് കറസ്പോണ്ടിങ് 6 കിടക്കുന്ന, ശരിയല്ലേ? അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഒരു ഐഡിയ ഉണ്ടാക്കാം. ഏകദേശം എന്ത് തന്നെ ആയിരിക്കും, ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ കൊടുത്തിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു ഐഡിയയിൽ നമുക്ക് ബാക്കി നോക്കാം. ബാക്കി നോക്കിയേ, മെയ്ഡ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലേ, മെയ്ഡ്. സോ നമുക്ക് മെയ്ഡിലുള്ള ലെറ്റേഴ്സ് കണ്ടുപിടിക്കാം. മെയ്ഡ് നോക്കാം. എം കറസ്പോണ്ടിങ് ആയിട്ട് എമ്മിന് വരുന്ന ലെറ്റർ ആയെന്ന് നോക്കാം. എമ്മിന് കറസ്പോണ്ടിങ്, അതായത് എം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇതാ ഇവിടെ എം ഉണ്ട്. എമ്മിന് കറസ്പോണ്ടിങ് സാധനം ഏതാ? 8 ആണ്. അപ്പൊ എമ്മിന് നമുക്ക് എന്ത് കൊടുക്കാം? 8 എന്ന് കൊടുക്കാം. ശരിയല്ലേ? എം ഇവിടെ ഫസ്റ്റ് ലെറ്റർ, ഇവിടെ ഫസ്റ്റ് നമ്പർ അല്ലേ. ദെൻ എ ആ കിടക്കുന്ന. നോക്കിയേ ഇവിടെ എ ഉണ്ട് അല്ലേ, ഇവിടെ എ ഉണ്ട്. എക്ക് കറസ്പോണ്ടിങ് 6 ആണ്. ഇവിടെ നോക്കിയേ എക്ക് കറസ്പോണ്ടിങ് 6 കിടക്കുന്ന. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 6 എന്ന് കൊടുക്കാം. ഡി നോക്കിയേ, അടുത്ത ഡി ആവശ്യം. ഡിക്ക് നോക്കിയേ ഹെഡ് ഡി, ലാസ്റ്റ് ലെറ്റർ. അപ്പൊ ലാസ്റ്റ് നമ്പർ 4 കണ്ടോ. ഇനി ഇ ഉണ്ടോ നോക്കിയേ, ഇവിടെ ഇ ഉണ്ട് അല്ലേ, രണ്ടാമത്തെ ലെറ്റർ. ഇവിടെ 2 ലെറ്റർ 3 ആണ്. സോ 8 6 4 3 ഇങ്ങനെ ആൻസർ ഉണ്ടോ നോക്കിയേ. 8 6 4 നമുക്കുണ്ട്. സോ എളുപ്പമാണ് ചെയ്യാൻ. അടുത്തത് സീരീസ് ആണ്. നോക്കാം. 9നോടൊപ്പം 11 കൂട്ടി 20 എഴുതിയിരിക്കുന്നത് അല്ലേ. 20നോടൊപ്പം 22 കൂട്ടി 42 എഴുതിയിരിക്കുന്നത് അല്ലേ. 42നോടൊപ്പം 44 കൂട്ടി എന്ത് എഴുതിയിരിക്കുന്നു? 86. അപ്പൊ എന്താ പ്രത്യേകത? 11ന്റെ ഇരട്ടി 22, 22ന്റെ ഇരട്ടി 44, ഇനി 44ന്റെ ഇരട്ടി 88 ആണ് കൂട്ടാനുള്ളത്. സോ 86 88 കൂട്ടുക. 80 80 160, 168 174 എന്ന ആൻസർ ഉണ്ട്. സോ ആൻസർ ഇസ് 174. എളുപ്പമല്ലേ? സിമ്പിൾ ആണേ. അടുത്തത് നമ്മൾ സ്ഥിരം കാണുന്ന ചോദ്യം, ക്ലോക്കിലെ പ്രതിബിംബം. എങ്ങനെയാ ക്ലോക്കിലെ പ്രതിബിംബം ചെയ്യുക? 6:40 ആണ് സമയം. അതിന്റെ പ്രതിബിംബം കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യും? 11:60 നിന്നും എന്ത് കുറയ്ക്കും? 6:40 നമ്മൾ 6:40 അല്ലേ, 6:40 നമ്മൾ കുറയ്ക്കും. 0.2. ഇതിനർത്ഥം എന്താ വരിക? 11 5 5:20 ആണ് പ്രതിബിംബത്തിലെ സമയം. ഒരുപാടൊന്നും പറയാനില്ല, 5:20 ഇതാണ് ആൻസർ. അടുത്തത് ഒറ്റയാൻ എന്നാണ് ചോദ്യം. ഒറ്റയാൻ നോക്കാം. 19 29 39 41. ഓക്കെ, ഇതിന്റെ ഒറ്റയാൻ ആരെന്നാണ് ചോദ്യം. സിമ്പിൾ സാധനമാണ്. എപ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ? അഭാജ്യ സംഖ്യ ഉണ്ടോന്നാണ്. 19 അഭാജ്യ സംഖ്യയാണ്, കാര്യം വേറെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 29 അഭാജ്യ സംഖ്യയാണ്, വേറെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 41 അഭാജ്യ സംഖ്യയാണ്, വേറെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. പക്ഷേ 39 അഭാജ്യ സംഖ്യയല്ല, ഇത് നമുക്ക് 3 കൊണ്ട് ഹരിക്കാം, 13 കൊണ്ട് ഹരിക്കാം, ഒക്കെ നമുക്ക് ഹരിക്കാം. അപ്പൊ ഇത് അഭാജ്യമല്ല, ഇത് ഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് ഇതായിരിക്കും ഒറ്റയാൻ. ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യ. എപ്പോഴും നമ്മൾ അഭാജ്യ സംഖ്യയാണ് ആദ്യം നോക്കുന്നത്. മാധ്യം എന്താ? മാധ്യം എന്ന് പറഞ്ഞാൽ ആവറേജ്, ശരാശരിയാണ് നമ്മൾ മാധ്യം, മീൻ എന്നുകൊണ്ട് വാക്ക്. അപ്പൊ ഈ വാക്കുകളെല്ലാം പഠിക്കണം. മാധ്യം എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്, മീൻ എന്ന് വേറൊരു വാക്കുണ്ട്, ശരാശരി എന്നൊരു വാക്കുണ്ട്. ഇതൊക്കെ മാധ്യത്തിന്റെ വാക്കാണ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സിന്റെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത്രയും തമ്മിൽ കൂട്ടുക ബൈ എണ്ണം അല്ലെ. എണ്ണം നോക്കി 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ തുകയെ 8 കൊണ്ട് ഹരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ തുക കണ്ടുപിടിക്കണം, എല്ലാം കൂടെ കൂട്ടാം. നമുക്ക് ഈ ഓഡ് ഡിജിറ്റുകൾ കളയാം. 27 7 കളഞ്ഞ് 20 എടുക്കാം. അങ്ങനെ എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ 20 ഇവിടെ 3 കളയാൻ 30 അല്ലേ. അങ്ങനെ ചിന്തിക്കാം. 20 30 50, 50 40 90, 90 9 140, 140 9 190, 190 60 250, 250 60 310, 310 60 370. ഇനി ഒറ്റപ്പെട്ട സംഖ്യ എടുക്കാം. 370 6 376, 381, 384, 392, 398, 398 8 406, 406 3 409, 7 416. ഞാൻ ആദ്യം നിങ്ങൾ പ്രശ്നം നമ്മൾ നോക്കണം. 410 നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതി കൂട്ടാൻ എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ 416 എന്നാണ് കിട്ടിയത്. ശരിയല്ലേ?
നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താ നോക്കി, 41 5 8 40, ബാക്കി പതിനാറിൽ 2 52 എന്ന് കിട്ടും. കാര്യം തുകാഭാഗമെണ്ണം, തുക കണ്ടുപിടിച്ചു, ഭാഗമെണ്ണം 52 എന്ന് കിട്ടി. സോ ആൻസർ 52 ആണ്. പൊതുവെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. എപ്പോഴത്തെയും പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി നിങ്ങളുടെ സജഷൻസും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ പറയുക കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആദ്യമേ തന്നെ നോക്കുക, സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്ന രീതിയിൽ മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. നിങ്ങൾ ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും പോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട്, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.